ഹലോ ഗൈസ്, ഇപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്കൂളിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് സ്പോർട്സും കലാമേളയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് സ്കൂളിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലത്തെ സ്കൂളത്തെ പരിപാടിൻ്റെ ഒക്കെ ക്ഷീണവും അതിലേക്കാൾ കൂടുതൽ എൻ്റെ മടിയും കാരണം ഞാൻ നല്ല എൻ്റെ വീട്ടിലേക്ക് അത് പോകുന്നു കേട്ടോ. അവിടെ ആകുമ്പോൾ പിന്നെ പ്ലേറ്റും കേക്ക് അടി ഇരുന്നാൽ മതിയല്ലോ, വേറൊന്നും നോക്കാനില്ല, അതൊരു സുഖമാണ്. ഇവിടുന്ന് സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കേട്ടോ ചെരുപ്പിൽ കെട്ടിയോൻ്റെ വീട്ടിലാന്നുള്ള ബോധം വന്ന്. പിന്നെ കെട്ടിയോൻ്റെ വീടും നമ്മളെ വീടും അവിടെ തന്നെ ആയതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. മാത്രമല്ല വണ്ടിയും കെട്ടിയോൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാവല്. അപ്പോൾ ചെരുപ്പ് മാറണം, വണ്ടി എടുക്കണം, അങ്ങനെ കെട്ടിയോൻ്റെ വീട്ടിലേക്ക് തന്നെ നടക്കുകയാണേ. എൻ്റെ വണ്ടിയും കെട്ടിയോൻ്റെ വണ്ടിയും കണ്ടില്ലേ ഒന്നിച്ച് നിൽക്കണ്. ഞങ്ങളെ വണ്ടി വരെ അങ്ങനെ കേട്ടോ എപ്പോഴും. എൻ്റെ വണ്ടീൻ്റെ കളറും നോക്കി, ഇത് കഴുകാത്തോണ്ടൊന്നുമല്ല കേട്ടോ, ഇതെത്ര കഴുകിയിട്ടും കാര്യമില്ല, നല്ല പൊടിയാണ്. പിന്നെ വണ്ടി വൈകുന്നേരം വരെ ഇവിടെ നിർത്തിയിട്ട് എടുക്കുമ്പോൾ വീണ്ടും ഇങ്ങനെ തന്നെ ആവും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോയാലും ഒരു ദിവസം ഒരു 4 വട്ടമൊക്കെ ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ. കാരണം ഓരോരോ സാധനങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും, അതെടുക്കാൻ വേണ്ടി ഇങ്ങനെ വരുവേ. അങ്ങനെ അവിടെ നിന്ന് വിട്ടിട്ടോ. ഓൾറെഡി ഞാൻ ലേറ്റാണ്. സ്കൂളിലെത്തിയപ്പോഴത്തേനും അവിടെ ഏകദേശം എല്ലാവരും എത്തിയാണ്. എല്ലാവരും ഓരോരോ കാര്യങ്ങളും ചർച്ചകളിലുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പരിപാടി തുടങ്ങി കേട്ടോ. പരിപാടിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഞാനിങ്ങനെ കാണിക്കാം. എല്ലാ പരിപാടി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കുറച്ച് അപൂർവം കുറച്ച് സംഭവങ്ങളെ എടുത്തിട്ടുള്ളൂ കേട്ടോ. എടുത്തതൊക്കെ ഇങ്ങനെ കാണിക്കേ. നീല നിറത്തിൽ കുപ്പായം അച്ഛൻ വാങ്ങിയ കുപ്പായത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഫിദ ഫാത്തിമ, റിസ മറിയം, ഫൈഹ ഫാത്തിമ, ഐഷ റിസ, ഐഷ. ടീച്ചേഴ്സിന് എല്ലാവർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. ഓരോരുത്തരും അവനവൻ്റെ ഡ്യൂട്ടീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ജഡ്ജ്മെൻറ്റ് സെക്ഷനാണ്. ഹിന്ദുസ്ഥാൻ की प्यारी പിന്നെ എന്ത് പരിപാടി ഉണ്ടായാലും നമുക്ക് സെൽഫി എടുക്കൽ നമുക്ക് നിർബന്ധമാണല്ലോ. സെൽഫിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം ഉച്ച ഭക്ഷണത്തിൻ്റെ സമയമായിട്ടോ. കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കാണ്ടത് ഇത് വല്ലാത്തൊരു നൊസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ കാണുമ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേകം വീഡിയോ എടുത്തതാണ്. ഇവരെ ഒന്നിച്ചുള്ള ഈ ഭക്ഷണം കഴിക്കലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ മനസ്സിന്. നല്ല രസമായിട്ട് നല്ല കൂട്ടുകൂടിയിട്ടാണ്ടോ ഈ ഭക്ഷണം കഴിക്കൽ. പിന്നെ ഞങ്ങളും ഭക്ഷണം കഴിച്ച്. സ്കൂളിലുള്ള ദിവസങ്ങളിൽ എല്ലാവരും ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് കേട്ടോ എല്ലാവരും ഒന്ന് ഒന്നിച്ചിരിക്കുക. അപ്പോൾ നല്ല രസമാണ്. വീണ്ടും ഓരോ പരിപാടികൾ തുടങ്ങി കേട്ടോ. ഇപ്പോൾ നാടോടി നൃത്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാടോടി നൃത്തം പിന്നെ ഒരുപാട് കുട്ടികൾ കളിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും വീഡിയോ എടുത്തില്ല, വീഡിയോ കുറച്ചാളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ചെറിയ മക്കളെ ഈ പരിപാടി കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമല്ലേ. അവരെന്ത് ചെയ്താലും രസമാണല്ലോ. ഇനിയിപ്പോൾ കളിച്ചില്ലെങ്കിലും കളിച്ചാലും ഒക്കെ നല്ല ഭംഗിയാണ്. അവർ മാറ്റി ഒരുങ്ങി സെറ്റായി നിൽക്കുന്നത്. എല്ലാ കുട്ടികളും അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ അവിടെ ഇന്ന് തന്നെ ആയിരുന്നു കേട്ടോ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെയും സൗണ്ട് സിസ്റ്റത്തിൻ്റെയൊക്കെ ഉദ്ഘാടനം. അത് ശ്രീമതി ഇളങ്കേൽ മുന്താസ് ആണ് നിർവഹിച്ചത്, പഞ്ചായത്ത് പ്രസിഡൻറ്റ്. പിന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റൊക്കെ. നമ്മൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തത് പിന്നെ കോമഡി ഉത്സവം താരമായിട്ടുള്ള കുലുമാൽ ഭാസ്കറാണ് കേട്ടോ. അതായത് സുരേഷ് പാമ്പാടി സാറനെ. അദ്ദേഹം വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം.
എൻ്റെ പെണ്ണുങ്ങളാണെങ്കിൽ ഒലക്ക കൊടുക്കും, ഓളാ പീച്ച കത്തിയാക്കി പേടിപ്പിക്കും പൂച്ചനെ. അപ്പൊ പൂച്ചക്ക് ഒരു നോട്ടുണ്ട്. അങ്ങനെ നീ തിന്നോട് നിന്ന് ആവർത്തിക്കും. പാവ കണ്ടായോ? ഇതേമാതിരി തന്നെയാണ് ഈ കണ്ടംപൂച്ചയും പെൺപൂച്ചയും കണ്ടാൽ വേറെ സംഗതി. അതായത് ഇപ്പൊ വൈകുന്നേരം കായി കഴിഞ്ഞാൽ കണ്ടംപൂച്ച വരുന്നു ഈ പെൺപൂച്ചയുടെ. അതായത് അപ്പൊ പെൺപൂച്ച അങ്ങനെ ബാ ബാ പോകുന്ന അവരൊക്കെ ഒറ്റ പോക്ക രണ്ടുകൂടി പേർപ്പിട്ട് ചെറിയ പൂച്ച കുട്ടണം. ഇതേമാതിരി പൂച്ചക്കുട്ടിയുള്ള സംഭവം മാത്രമല്ല, നമ്മൾ വീട്ടിലൊക്കെ പഴയ കാലത്തൊക്കെ ഒരുപാട് ചേച്ചിമാരും താത്തമാരും ഒക്കെ വെള്ളം കോരിയിരുന്നു മുമ്പൊക്കെ മരത്തിന്റെ കപ്പിയിൽ. ഇപ്പൊ മരത്തിന്റെ കപ്പിയില്ല, ഇരുമ്പിന്റെ കപ്പിയില്ല, വെള്ളമില്ല. അല്ല, വെള്ളം ഉണ്ട് കേട്ടോ, വെള്ളം ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ മോട്ടറായി. അപ്പൊ മുമ്പൊക്കെ ഈ മരത്തിന്റെ കപ്പിയിൽ ഇവിടെ സീമകൊന്നന്റെ ഒരു കാലും ഇപ്പുറത്ത് മുരിക്കിന്റെ ഒരു കാലും, ഇതിന്റെ നടുകൂടെ ഒരു കമ്പി ഇട്ടിട്ട് ആ കമ്പിമേലുണ്ട് ഈ മരത്തിന്റെ ചക്രം, അതായത് ഈ കപ്പി വെച്ചിട്ട് വെള്ളം കോരുന്നു. അങ്ങനെ ഉണ്ടാവുക. ഇത് കഴിഞ്ഞ് പിന്നെ മാറി ഇരുമ്പ് കപ്പിയായി. ഈ ഇരുമ്പ് കപ്പിക്കൊക്കെ എണ്ണ കൊടുക്കാഞ്ഞാൽ എന്തൊരു സൗണ്ടാലോ. ഏകദേശം ഇങ്ങനെ പരസ്യം പറയുന്നത് നോക്കല്ലോ. ശ്വാസകോശം കുറഞ്ഞു പോലെയെന്ന് പോലെ വായു വെച്ചെടുക്കാതെ രൂപപ്പെടുത്തിയത്. ശരാശരി ഒരു പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ അഴിഞ്ഞുകൊണ്ട കാരണം ഏകദേശം നമ്മളെ ചായ ഉണ്ടാക്കുന്ന കുടുക്കുണ്ടല്ലോ, അതിനെ മൂട്ടിക്ക് വെക്കരുത്. അവൻ പുക വലിക്കരുത്, ആ പുക ശ്വസിക്കരുത്. ബാക്കി നിങ്ങളെ പാമ്പ് ചെയ്തോളി. തിയേറ്ററിലൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ സിഗരറ്റിനെതിരായിട്ടുള്ള പരസ്യം കേൾക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഒട്ടുമിക്ക പരസ്യങ്ങളും ചെയ്തു വരുന്നത് അദ്ദേഹമായിരുന്നു, നമ്മുടെ തിരുവനന്തപുരത്തുകാരൻ ഗോപൻ ചേട്ടൻ. ഈ ഗോപൻ ചേട്ടന്റെ കേന്ദ്ര സർക്കാർ പരസ്യം ചെയ്യുന്ന അദ്ദേഹം സിഗരറ്റിനെതിരായിട്ടൊരു പരസ്യം പറഞ്ഞു. ഇത് ഓവർ ബസ് ഉണ്ടോ? കേൾക്കുന്നില്ല? മനസ്സിലുണ്ടോ? അപ്പോ കേന്ദ്ര സർക്കാരിന്റെ ഒട്ടുമിക്ക പരസ്യം ചെയ്ത ഗോപൻ ചേട്ടന് സിഗരറ്റിനെതിരായിട്ടുള്ള ആ പരസ്യം ഒന്ന് കേൾക്കാം. വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയ ശരാശരി ഒരു പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയ കഥ പുറത്തെടുത്ത ഏകദേശം ഇത്രത്തോളം നിങ്ങളെ ഒരു രോഗിയാക്കാൻ, അതും വലിയ രോഗി. ഇന്നസെന്റ് ചേട്ടൻ എന്റെ ഈശ്വര, ചീക്കോട് GUP സ്കൂൾ കലോത്സവ വേദിയിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ ഒരുപാട് സന്തോഷം. നല്ല അടിപൊളി ക്ലാസ് റൂം, അതുപോലെ തന്നെ സ്മാർട്ട് TV എല്ലാം നിങ്ങൾക്ക് വെക്കി തന്ന നമ്മുടെ ചീക്കോട് ഗ്രാമപഞ്ചായത്തിനും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒന്ന് അറിയിക്കട്ടെ. ഞാനൊരു പാട്ട് പാടിയാലോ? പാടാ. കുണുക്കു വിത്തികളാ മാടപ്പൂപ്പിട പോലെ കുരുക്കിലാക്കണം. മുത്താരം മുകിലാരം സ്വന്തമാക്കണം. താരമാണ് വില്ലൻ കഥാപാത്രങ്ങളായിട്ട് മലയാള സിനിമയിലേക്ക് കടന്നു വന്നു. കലാശാല ബാബുചേട്ടൻ, തുറുപ്പുകലാൻ ലയൻ, അങ്ങനെ ഒരുപാട് സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത് അദ്ദേഹം അടുത്ത കാലത്ത് മൺമറന്നു പോയി. കലാശാല ബാബുചേട്ടന്റെ തുറുപ്പുകലാൻ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ് ആദ്യം കേൾക്കാം. എറണാകുളത്തെ ട്രാഫിക് ബ്ലോക്ക് കലോട്ടം കച്ചേരിപ്പടി കടന്ന് 10 മിനിറ്റിനകം മേനോട്ടാറുമായി കുഞ്ഞുമോൻ ഇവിടെ എത്തുവന്നു. കഴിവെന്നവരെ വിചാരിച്ചെടുക്കണ. പിന്നെ അല്ല കുഞ്ഞുമോൻ ഇതേ താരം തന്നെ ലയം എന്ന ചിത്രത്തിൽ ദിലീപ് പറഞ്ഞു അച്ഛൻ്റെ കുതിര കയറി എത്തണം നോപ്പിച്ചു. നീ ഒരു മന്ത്രി കഥാരപ്പിച്ചെടുത്തു. അവർക്ക് മനസ്സിൽ കിടന്ന് നേർപ്പെടാ. എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാത്ത ഒത്തിരി കയ്യും പിടിച്ച് നീ കുടുംബത്തെ കയറി. നീ മാത്രമാണ് എനിക്ക് മുന്നാണ് അച്ഛൻ ചവിട്ടി പുറത്താക്കിയത്. പത്രക്കാരോട് ഇരിക്കട്ടെ, ഇറങ്ങി പോടാവുന്നത്. കുഞ്ഞാത്തയിൽ നിന്ന് നമ്മുടെ ഈ കലോത്സവ വേദിയിലേക്ക് കണ്ണിക്ക് നോക്കിയിരിക്കണേ പോസൂരിയാണ് കണ്ണാളിയാണ് മനസ്സിലായില്ലേ? പിന്നെ സംസൂരിയും സെല്ലൂരിനും ഇവിടെ കോഴിക്കളിക്ക് വരികയെന്ന് പറഞ്ഞ് ഒരു കുറെ നേരം ആ പൊടിമാലിൽ കായം പറഞ്ഞിട്ടുണ്ട്. അവസാനം കോഴി കണ്ണു കുത്തിയിട്ട് ഇവിടെ ധർമാശുപത്രിയിൽ കൊണ്ടുപോയി പറഞ്ഞു. ഞാൻ അപ്പൊ കാണുന്ന കുട്ടികളെ കുളക്കുകയാണ്.
പൊടിമാരുടെ പരിപാടിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല പൊടിമാരുടെ അപ്പം കൂടി ഞങ്ങൾ പോർച്ചുഗിയൊക്കെ കൊടുക്കണേ സാരപ്പൊടിയും കൊടുക്കാം പോയടാ. മക്കൾക്കൊക്കെ നല്ല ആവേശമായിട്ടോ. അദ്ദേഹം 2-3 പാട്ടൊക്കെ പാടിയിട്ടാണ് പോയത്. കുട്ടികളൊക്കെ നല്ല ചിരിയും നല്ല സന്തോഷത്തിലായിരുന്നു. മിമിക്രി മോണോക്റ്റൊക്കെ അവതരിപ്പിച്ച സമയത്ത് നമുക്കൊരു ഒപ്പനയായിരുന്നു കേട്ടോ. ഒപ്പനൻ്റെ കുറച്ച് ഭാഗം കൂടി കാണാം. താരാവാട്ടിൽ മെഹമൂദി തിരുവീട്ടിൽ പരിശീറും തിരുവിന്ദിന്നോരുങ്ങിടുന്നേ അർശിൽ പുലിയെന്നും പുകൾ പെറ്റോരാലിയാലും കാണും കൊള്ളാൻ മണലിയാൽ കണ്ടരും പതിവാരും കാച്ചിയൊത്തി കലിയാരും ചേർന്ന് അലിയോനിലെ കണ്ണുലത്തി കൊല്ലങ്കും ചേലിന്ന് അടവിയോട് പുട ചാത്തിടുന്നേ സതിനമിൽ ചേർത്തിടുന്നേ തിരുമിഴിമതിലൊളിവിടും അഞ്ചനം പൂശി മനമതിൽ ഇഞ്ചനം പേശി മധുവതിൽ പൂമണം പൂശി ചുളിവേ ഏറും കൂട്ടിലെത്തും കണിവേ ഏറും ഇത് കഴിഞ്ഞൊരു സംഘനൃത്തമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ നല്ല ഉഷാറായിട്ട് കളിച്ചൊരു സംഘനൃത്തമാണ്. മ്യൂസിക് പറ്റാത്തതുകൊണ്ട് ഞാൻ മ്യൂസിക് ഇട്ടിട്ടില്ല കേട്ടോ. ഇനിയും ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ മാക്സിമം ഞാൻ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. എല്ലാം കൂടി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പരിപാടിയൊക്കെ കഴിഞ്ഞ് സദസ്സ് കഴിഞ്ഞാൽ എല്ലാ സ്കൂളുകളിലെ പോലെ തന്നെയാണ് ഇവിടെയുള്ള ടീച്ചേഴ്സിൻ്റെ ഒക്കെ കലാപരമായിട്ടുള്ള കൈകളൊക്കെ പുറത്ത് ചാടും കേട്ടോ. എല്ലാവരും നല്ല ഡാൻസിലും പാട്ടിലൊക്കെയാണ് കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്ത് അവിടെ എല്ലാവരും കൂടി പാട്ടും കളിയൊക്കെ ആയിട്ട് രസമായിട്ട് എല്ലാവരും കൂടിയിട്ട് പരിപാടി അങ്ങോട്ട് കളറാക്കിയേ. അങ്ങനെ അത്യാവശ്യം ലേറ്റ് ആയിട്ട് അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് തന്നെ തിരിച്ച്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണേ.